പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ 2024 സെഷനിലെ റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർത്തമാനം ആദ്യമേ താങ്കളിൽ എത്തിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്. ഇഗ്നോയിലെ വിദ്യാർത്ഥിനികൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഡിഗ്രിയിലേക്ക് സെക്കൻഡ് ഇയർ 2ാം വർഷത്തേക്കും 3ാം വർഷത്തേക്കും പ്രവേശിക്കണമെങ്കിൽ, അതുപോലെ തന്നെ PG കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് 2ാം വർഷത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. പൊതുവെ വിദ്യാർത്ഥിനികൾ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥിനികൾ കൃത്യമായി അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ പരീക്ഷ എഴുതുന്നല്ലേ ഉള്ളൂ, ജൂൺ 2024 പരീക്ഷ എഴുതുന്നല്ലേ ഉള്ളൂ, ജൂൺ 24 പരീക്ഷ ജൂലൈയിലല്ലേ സംഭവിക്കുക, ആ ജൂലൈയിൽ വരുന്നതിന്റെ റിസൾട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലല്ലേ വരിക, അപ്പോൾ ഞാൻ സെപ്റ്റംബറിലെ രജിസ്ട്രേഷൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും റീ രജിസ്ട്രേഷന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഇഗ്നോയിൽ ആദ്യമായി അഡ്മിഷൻ എടുക്കുന്നതിന് ഫ്രഷ് അഡ്മിഷൻ എന്ന് പറയും. അഡ്മിഷൻ എടുത്ത് സെമസ്റ്റർ പ്രോഗ്രാമുകൾ അഡ്മിഷൻ എടുത്താൽ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, സെമസ്റ്റർ പ്രോഗ്രാമുകൾ അഡ്മിഷൻ എടുത്താൽ, ഉദാഹരണത്തിന് MBA, അതുപോലെ തന്നെ BCA, MCA തുടങ്ങിയ സെമസ്റ്റർ പ്രോഗ്രാമുകളാണ് താങ്കൾ എടുത്തിട്ടുള്ളത് എങ്കിൽ കൃത്യം 3ാമത്തെ മാസം അതിന്റെ രജിസ്ട്രേഷൻ, റീ രജിസ്ട്രേഷൻ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസത്തിൽ ആരംഭിക്കും. അതുപോലെ തന്നെ ജാനുവരി സെഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ 4ാമത്തെ മാസം കഴിഞ്ഞ് ഈ 5ാമത്തെ മാസത്തിന്റെ തുടക്കം അഥവാ 1/5 മുതൽ ഇതിന്റെ റീ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ആനുവൽ പ്രോഗ്രാം, ഡിഗ്രി പ്രോഗ്രാം, PG പ്രോഗ്രാം ചെയ്യുന്നവർ ജൂൺ 24 രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർ, ജൂലൈ 23 രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർ, ഒരു കൊല്ലം പൂർത്തിയാകുന്നത് ജൂലൈ 24 എത്തുമ്പോഴാണ്. അതിന് മുമ്പേ തന്നെ 2 മാസം മുമ്പേ ഇതിന്റെ റീ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. അഥവാ മെയ് 1-ാം തീയതി മുതൽ തന്നെ റീ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ഇതാണ് അതിന്റെ സൈക്കിൾ എന്ന് മനസ്സിലാക്കുക. അതിന്റെ ചക്രം, കാലചക്രം അഥവാ അഡ്മിഷന്റെ റീ രജിസ്ട്രേഷന്റെ സൈക്കിൾ, റീ രജിസ്ട്രേഷന്റെ കാലഘട്ടം ഇതാണ് എന്ന് മനസ്സിലാക്കുക. ആ കോഴ്സിന്റെ പ്രോഗ്രാം ടൈറ്റിൽ പറയുന്നത് ജൂലൈ 2024 എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിന്റെ 2 മാസം മുമ്പ് നമ്മൾ അസൈൻമെന്റ് സമർപ്പിക്കണം, 2 മാസം മുമ്പ് പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിരിക്കണം, 2 മാസം മുമ്പ് രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കണം. അതാണ് ഇഗ്നോയിലെ സൈക്കിൾ എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു സംഗതി, ഞാൻ പരീക്ഷ എഴുതുന്നില്ല ഇപ്രാവശ്യം, ഞാൻ പരീക്ഷ എഴുതുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് രജിസ്ട്രേഷൻ ബാധകമല്ലല്ലോ എന്നിരിക്കും. അങ്ങനെ ചെയ്യുന്നതും വലിയ തെറ്റാണ്, വലിയ മണ്ടത്തരമാണ്. നിങ്ങൾ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഞാൻ ചില വസ്തുതകൾ താങ്കളുടെ മുമ്പിലേക്ക് വയ്ക്കാം. ജൂലൈ 23 അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ, PG അഡ്മിഷൻ എടുത്തിട്ടുള്ള വ്യക്തിക്ക് 4 കൊല്ലം പൂർത്തിയാകുന്നത്, മാക്സിമം പീരീഡ് ആ കുട്ടിക്ക് കിട്ടുന്നത് ജൂലൈ 24, 1-ാം വർഷം പൂർത്തിയാകുന്നു, 2-ാം വർഷം തുടങ്ങുന്നു, 25 ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാപ്പ്, മാക്സിമം പീരീഡ് 3ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു, ജൂലൈ 26 മാക്സിമം പീരീഡിലേക്ക് പോകുന്നു. അഥവാ ജൂൺ 2027 ആകുമ്പോൾ, ജൂൺ 2027 ആകുമ്പോൾ ജൂലൈ 2023 അഡ്മിഷൻ എടുത്ത ഒരു PG വിദ്യാർത്ഥിക്ക് ജൂൺ 2027 ആ വിദ്യാർത്ഥിയുടെ പഠന കാലാവധി, മാക്സിമം പീരീഡ് കഴിയുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ആദ്യത്തെ ഈ ജൂലൈ 2024 രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല എന്ന് കരുതുക.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് മാക്സിമം പീരീഡ് 4 കൊല്ലം എന്നുള്ളത് മാക്സിമം പീരീഡ് 3 കൊല്ലമായി ചുരുങ്ങുന്നു. കാരണം നിങ്ങളുടെ മാക്സിമം പീരീഡ് തുടങ്ങിയത് ജൂലൈ 23 ആയതുകൊണ്ട് ജൂൺ 27 എന്താണെങ്കിലും മാക്സിമം പീരീഡ് ക്ലോസ് ആകും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ മാക്സിമം പീരീഡ് ജൂൺ 27 അവസാനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൊല്ലം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മനസ്സിലാക്കുക, പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്താലേ നിങ്ങൾക്ക് ആ 4 കൊല്ലം എന്നുള്ളതിന്റെ ബെനിഫിറ്റ്, അതുപോലെ തന്നെ UG കുട്ടികൾക്ക്, ഡിഗ്രി കുട്ടികൾക്ക് 6 കൊല്ലം എന്നുള്ളതിന്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ജൂലൈ 23 ചേർന്ന കുട്ടിക്ക് ജൂൺ 24 1-ാം വർഷം, 25 2-ാം വർഷം, 26 3-ാം വർഷം, 27 4-ാം വർഷം, 28 5-ാം വർഷം, 29 ജൂണിൽ 6-ാം വർഷം ആകുന്നു എന്ന് കരുതുക. വിവാഹം കൊണ്ടോ മറ്റ് ജോലിയോ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു 2 കൊല്ലം അവർ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ റീ രജിസ്ട്രേഷൻ പ്രക്രിയ ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെ വന്ന് പിന്നീട് ജൂൺ 25 ജൂലൈ 26 റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ ചെയ്യാതിരുന്ന 2 കൊല്ലം മാക്സിമം പീരീഡിൽ നഷ്ടപ്പെടുകയും അവരുടെ എന്ത് തന്നെയാണെങ്കിലും ജൂൺ 29 അവർക്കുള്ള മാക്സിമം പീരീഡ്. അതുകൊണ്ട് തന്നെ ഈ 6 കൊല്ലത്തെ ആനുകൂല്യം 4 കൊല്ലമായി ചുരുങ്ങുന്നു, ചിലപ്പോൾ 3 കൊല്ലമായി ചുരുങ്ങുന്നു, ചിലർക്ക് 2 കൊല്ലമായി ചുരുങ്ങി 3 കൊല്ലത്തെ കോഴ്സ് 2 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഈ 2 കൊല്ലത്തെ ഫീസും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വീണ്ടും 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 മുബാറക് മാസ്റ്റർ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്, പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനത്തിന്റെ യഥാർത്ഥ ഓർഡർ ഞാൻ ഇപ്പോൾ താങ്കളെ കാണിക്കുന്നു. ഇഗ്നോയുടെ ഹോം പേജിൽ കൃത്യമായി ഓൺലൈൻ റീ രജിസ്ട്രേഷൻ ഫോം ഫോർ ജൂലൈ 2024 സെഷൻ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 30th ജൂൺ 24 എന്ന് മനസ്സിലാക്കുക. ജൂലൈ സെഷനിലെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഇവിടെ ആ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള ഒരു പദം പ്രയോഗിച്ചിട്ടില്ല. ഓൺലൈൻ റീ രജിസ്ട്രേഷൻ ഫോം ഫോർ ജൂലൈ 2024 സെഷൻ ഈസ്. അപ്പൊ അതിന്റെ മുമ്പിൽ 1-2 കാര്യങ്ങൾ ചേർത്താൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റീ രജിസ്ട്രേഷൻ ഫോർ ജൂലൈ 2024 സെഷൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഫ്രം 1st May 2024. The last date is 30th June 2024. പക്ഷെ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ നിൽക്കരുത്. കഴിയുന്നത്ര നേരത്തെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ നേരത്തെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരുപാട് യുക്തികളുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ഇഗ്നോയിലെ ആയിരക്കണക്കിലല്ല, ഇപ്പോൾ ഒരു സെഷനിലെ 3 ലക്ഷം 4 ലക്ഷം കുട്ടികളാണ് ഓരോ സെഷനിലും രജിസ്റ്റർ ചെയ്യുന്നത്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നല്ല ഒരു സംഖ്യയാണ്. 3 ലക്ഷം കുട്ടികളെല്ലാം ഒരു സെഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ 3 ലക്ഷം കുട്ടികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ, ടെക്സ്റ്റ് മെറ്റീരിയൽ പ്രിന്റ് ചെയ്യാൻ തന്നെ മാസങ്ങൾ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്താൽ നേരത്തെ പുസ്തകങ്ങൾ കരസ്ഥമാക്കി നേരത്തെ പഠന പ്രക്രിയ തുടങ്ങാം. അതിനു വേണ്ടിയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഈ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പ്രീ രജിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് എത്രയോ കുട്ടികൾ മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി കൗൺസിലിങ്ങോടുകൂടി അവർ ക്ലാസ്സുകൾ ഭംഗിയായി ചെയ്തു പോകുന്നു. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇഗ്നോയുടെ പുസ്തകത്തിന് കാത്തു നിൽക്കാതെ നമുക്ക് ക്ലാസ്സുകൾ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സഹോദര സ്ഥാപനമായ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നല്ല മനോഹരമായ ക്ലാസ്സുകൾ ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് ലഭ്യമാകുന്നതിനോടൊപ്പം തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് ബുക്ക്, റഫറൻസ് മെറ്റീരിയൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ലഭ്യമാവുകയുമാണ്. മാത്രമല്ല, ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ താങ്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. UG കുട്ടികളാണെങ്കിലും ശരി, PG കുട്ടികളാണെങ്കിലും ശരി, 2ാമത്തെ വർഷത്തിലേക്ക് 3ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ ചില പ്രത്യേകതയുള്ള ഓപ്ഷണൽ പേപ്പറുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒരു അക്ഷയ സെന്റർക്കാർക്കോ ഒരു ഇന്റർനെറ്റ് കഫേക്കാർക്കോ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ ഒരു കൂട്ടം പ്രവർത്തനങ്ങളിൽ അവർ മുഴുകി നിൽക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ആവശ്യമില്ലാത്ത പേപ്പറുകൾ ചിലപ്പോൾ അവർ സെലക്ട് ചെയ്തു എന്നിരിക്കാം.
ഞാനൊരു അസംഷൻ അല്ല, വെറുതെ ഒരു ഗസ് അല്ല പറയുന്നത്. എത്രയോ കുട്ടികളുടെ കണ്ണീരാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോ ഒരു അക്ഷയ സെന്ററുകാരനോ ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ എന്തെങ്കിലും കാരണവശാൽ കോമ്പിനേഷനുകൾ തെറ്റിയെടുക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നമ്മൾ കൃത്യമായി നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ഈ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ സബ്ജക്ട്സ് അഥവാ പേപ്പേഴ്സ് അഥവാ കോഴ്സസ് തെരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. റീ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടി വേണം സബ്ജക്ട്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ MAPCക്ക് ചിലപ്പോൾ അറിയാതെ തന്നെ പലരും കുടുങ്ങിപ്പോയി സബ്ജക്ട് സെലക്ട് ചെയ്ത് ഒരു പേപ്പർ എഴുതുന്നതിന് പകരം ഒരു ഡിസർട്ടേഷൻ, ഒരു പ്രബന്ധം, ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് അവസാനം ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുക്കുമ്പോൾ അറിയാതെ മറ്റൊരു സബ്ജക്ട് അഥവാ ഇതിൽ കോർ കോഴ്സസ് എന്നും ഈ ജനറിക് എലക്റ്റീവ് കോഴ്സസ് എന്നും എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നും സ്കിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നും പല കോഴ്സുകൾ 4 ക്രെഡിറ്റിന്റെ 6 ക്രെഡിറ്റിന്റെ 8 ക്രെഡിറ്റിന്റെ പല തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട്. കോഴ്സ് എന്ന് പറയുന്നത് പേപ്പേഴ്സ് ആണ് അഥവാ സബ്ജക്ട്സ് ആണ്. ഈ സബ്ജക്റ്റുകൾ കൃത്യമായി ഈ മേഖലയിൽ 20 കൊല്ലത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അല്ല എടുക്കുന്നത് എങ്കിൽ 3 അബദ്ധങ്ങളാണ് താങ്കൾക്ക് സംഭവിക്കുക. ഒന്ന്, സബ്ജക്റ്റ് തെറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ വിഷയവുമായി ബന്ധമില്ലാത്ത ടഫായിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും താങ്കൾ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ തന്നെ വളരെ റേറായി മാത്രം കുട്ടികൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും താങ്കൾ എടുത്തിട്ടുണ്ടാവുക. വളരെ റേറായി എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 ലക്ഷം കുട്ടികളിൽ ആകെ ഒരു 300 പേർ മാത്രമേ അത്തരത്തിലുള്ള കോഴ്സുകൾ ഓൾ ഇന്ത്യ ലെവലിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവയ്ക്കുള്ള പുസ്തകങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക് വളരെ ശ്രമകരമാണ്. ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ കിട്ടാനും വളരെ ശ്രമകരമാണ്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് അഡീഷണൽ ക്ലാസുകൾ കിട്ടുന്നത് വളരെ ശ്രമകരമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾക്ക് നിൽക്കാതെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന 3 ഫോമുകൾ താങ്കൾ കൃത്യമായി ഉപയോഗിക്കുക. ഒന്ന്, റീ രജിസ്ട്രേഷൻ ജൂലൈ 2024 ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഈ നിമിഷം തന്നെ സബ്മിറ്റ് ചെയ്യുക. താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാകുന്നു. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ താങ്കൾ പുതിയ എന്തെങ്കിലും കാരണവശാൽ താങ്കൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു ആവശ്യമുണ്ട് എങ്കിൽ റീ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. നിങ്ങൾ ഇപ്പോൾ ഒരു ഡിഗ്രിയിലോ ഒരു PGയിലോ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ് താങ്കൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ താങ്കൾക്ക് ഏതെങ്കിലും പേപ്പർ മാറി എടുത്തിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് പ്രോറാറ്റ ഫീ അടച്ചിട്ട് കുറച്ചും കൂടി കൂടുതൽ ഫീസ് അടച്ച് ആ കോഴ്സിനെ ക്രമപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഉദ്ദേശിക്കുന്നതിനേക്കാൾ 2000-3000 രൂപ കൂടുതൽ ചെലവ് വരാനുള്ള സാധ്യതകൾ താങ്കൾക്ക് ഉണ്ട്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് കൃത്യമായ ഈ പുസ്തകം ലഭിക്കാത്തതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ താങ്കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ ഇല്ലാതെ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം തന്നെ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള പിശകുകളെയാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കൾക്ക് ഒരിക്കലും വരാതിരിക്കാൻ താങ്കൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് റീ രജിസ്ട്രേഷനുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുക. ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡിന് ആവശ്യമുണ്ടെങ്കിൽ അത് പൂരിപ്പിച്ച് സമർപ്പിക്കുക. അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മലയാളത്തിലെ ലളിതമായ ക്ലാസുകൾക്ക് വേണ്ടി ആ ഫോം പൂരിപ്പിച്ച് അയക്കുക. താങ്കൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സവിനയം സമർപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരുപാട് സംഗതികൾ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ABC ക്രിയേഷനുമായി അക്കാഡമിക് ബാങ്ക്
ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, താങ്കളുടെ OTPയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, താങ്കളുടെ ഇമെയിൽ ID-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉള്ളപ്പോൾ ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു കോമൺ സർവീസ് സെന്ററിലൂടെയോ താങ്കൾ സ്വമേധയോ ഇത്തരത്തിലുള്ള റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ പിണയാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ വളരെ ലഘുവായ രീതിയിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ സമർപ്പിക്കുക എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.